അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സത്യവിശ്വാസികളെ, അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ചുഴിഞ്ഞന്വേഷിച്ചുകൊണ്ടോ ഊഹിച്ചുകൊണ്ടോ അല്ലാതെ ശരിക്കും ഒരാളിൽ തെറ്റ് കണ്ടാൽ നല്ല ശൈലിയിൽ കഴിയുന്ന രൂപത്തിൽ അതിനെ തടുക്കൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി' ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. നിങ്ങളിൽ നിന്നും ആരെങ്കിലും നിഷിദ്ധമായത് കണ്ടാൽ തന്റെ കൈകൊണ്ട് അതിനെ തടഞ്ഞുകൊള്ളട്ടെ. അതിന് കഴിഞ്ഞില്ല എങ്കിൽ തന്റെ നാവുകൊണ്ട് തടഞ്ഞുകൊള്ളട്ടെ. അതിനും കഴിഞ്ഞിട്ടില്ല എങ്കിൽ തന്റെ ഹൃദയം കൊണ്ട് വെറുക്കുകയും ചെയ്യട്ടെ. ഈമാനിൽ ഏറ്റവും ദുർബലമായ പടിയാണത്. ഒരു സമൂഹത്തിന്റെ രക്ഷയും സമാധാനവും നന്മ കൽപ്പിക്കുന്നതിലൂടെയും തിന്മ വിരോധിക്കുന്നതിലൂടെയും ആണ് ഉണ്ടായിത്തീരുന്നത്. അതിൽ വീഴ്ച വരുത്തുന്നത് ഒരു സമൂഹത്തിന്റെ ദുർബലതക്കും നാശത്തിനും കാരണമാവും. മുൻകഴിഞ്ഞു പോയ സമുദായത്തിന് ശാപം വരുവാനുണ്ടായ കാരണം അവർ പരസ്പരം തിന്മ വിരോധിക്കാത്തവരായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നു, ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ് മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മർയം ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട സത്യനിഷേധികൾ ദാവൂദിന്റെയും മറിയമിന്റെ പുത്രൻ ഈസയുടെയും നാവിനാൽ ശപിക്കപ്പെട്ടിരിക്കുന്നു. അവർ അനുസരണക്കേട് കാണിക്കുകയും അതിരുകവിയുകയും ചെയ്തിരുന്നതിനാലാണത്. അവർ ചെയ്തിരുന്ന നിഷിദ്ധ കാര്യങ്ങളെ അവർ പരസ്പരം വിരോധിച്ചിരുന്നില്ല. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എത്ര ചീത്ത! നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സമൂഹത്തിൽ നിന്ന് എടുത്തുപോയാൽ മൊത്തത്തിലുള്ള ശിക്ഷ ഇറങ്ങുന്നതിനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ തടസ്സമാവുന്നതിനും അത് കാരണമാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന്ന അനിൽ മുൻകർ ഔ ലയൂഷികന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു സുമ്മ തദ്ഉനഹു ഫലാ യുസ്തജാബു ലക്കും. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിങ്ങൾ നിശ്ചയമായും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. അല്ലാത്തപക്ഷം അല്ലാഹു അവനിൽ നിന്ന് നിങ്ങളുടെ മേൽ ശിക്ഷ അയക്കുക തന്നെ ചെയ്യും. പിന്നീട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടുകയില്ല. നല്ല രൂപത്തിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. തന്റെ അറിവിന്റെ പ്രദർശനത്തിനോ മറ്റുള്ളവരെ തരം താഴ്ത്തുന്നതിനോ ആവരുത് നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും. മറിച്ച് തെറ്റിൽ നിന്നും രക്ഷപ്പെടുത്തുവാനും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാനും ആയിരിക്കണം നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.